CPIM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പല ബ്രാഞ്ചുകളിലും സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. അവിടെയൊക്കെ ഉൾപാർട്ടി ചർച്ചകൾ വളരെ സജീവമായിട്ട് ബ്രാഞ്ച് തലം മുതൽ നടക്കാറുണ്ട്. അത് CPIM-ന്റെ ഒരു സംവിധാനം അങ്ങനെയാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും ചിട്ടയായ ഒരു സംഘടനാ ക്രമം ഉള്ളത് CPM-ന് മാത്രമാണ്. പിന്നെ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ CPI-ക്കും ഉണ്ട്. കോൺഗ്രസിൻ്റെയോ മറ്റ് പാർട്ടികളുടെയോ ഒക്കെ കാര്യം, ലീഗിൻ്റെ ഒക്കെ പറയുമ്പോൾ എല്ലാം ഉന്നതാധികാര സമിതി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ CPIM-ൽ അങ്ങനെയല്ല. CPIM-ൽ ക്രമപ്രകാരം ഓരോ കാലയളവിലും അത് മാസങ്ങൾ നീളുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അത് മുഴുവൻ തീർന്നിട്ട് മാത്രമേ ലോക്കൽ സമ്മേളനങ്ങൾ, ലോക്കൽ കമ്മിറ്റി, പാർട്ടിയുടെ ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഏരിയ കമ്മിറ്റിയുടെ ഇതിൽ ഉള്ള സമ്മേളനങ്ങൾ നടക്കുന്നു. അത് കഴിഞ്ഞ് ജില്ലാ കമ്മിറ്റികളുടെ സമ്മേളനങ്ങൾ നടക്കുന്നു. അവിടെ പുതിയ ഭാരവാഹികൾ, ഈ ബ്രാഞ്ച് തലം മുതൽ ജില്ലാ കമ്മിറ്റി വരെ പുതിയ ഭാരവാഹികൾ വരാം. ചിലർ സ്ഥാനങ്ങളിൽ നിന്ന് മാറി പോകേണ്ടി വരും. അതൊരു ഉൾപാർട്ടി ജനാധിപത്യ പ്രക്രിയയാണ്. അത് കൃത്യമായിട്ട് CPIM പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ് ആ പാർട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ജില്ലാ സമ്മേളനം കഴിഞ്ഞിട്ടാണ് പിന്നെ അവസാനം സംസ്ഥാന സമ്മേളനം നടക്കുക. അത് കഴിഞ്ഞിട്ടാണ് പാർട്ടി കോൺഗ്രസിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ വളരെ ചിട്ടയായ ഒരു സംഘടനാ സംവിധാനം CPIM-നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അവിടേക്ക് ചില പുതിയ വിവാദങ്ങളും ചർച്ചകളും വരും, സ്വാഭാവികമാണ്. ഇപ്പോൾ നിലമ്പൂർ MLA PV അൻവർ പുറത്ത് പറഞ്ഞ ചില കാര്യങ്ങളെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. ഇതൊക്കെ ബ്രാഞ്ച് തലം മുതൽ ലോക്കൽ തലം മുതൽ ഏരിയ കമ്മിറ്റി തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ ഇതൊക്കെ ചർച്ചയാവുമല്ലോ. സ്വാഭാവികമാണ്. ചർച്ച ചെയ്തിട്ട് ഇതിൽ കഴമ്പുണ്ടോ, PV അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ കഴമ്പുണ്ടോ, ഉണ്ടെങ്കിൽ പാർട്ടിയിലെ മെമ്പർമാരാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവും. ഏത് ഉന്നതനായാലും നടപടി ഉണ്ടാവും, സംശയം വേണ്ട. EP ജയരാജൻ LDF കൺവീനർ സ്ഥാനം ഒഴിയേണ്ടി വന്ന സാഹചര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. എത്ര ഉന്നതരായാലും CPIM-ൽ പാർട്ടി തത്വം വ്യതിചലിച്ച്, പാർട്ടി പരിപാടി വ്യതിചലിച്ചിട്ട് പ്രവർത്തിച്ചതായി എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ അതിന്മേൽ നടപടി ഉണ്ടായിരിക്കുമെന്നതാണ് CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത. അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇക്കാര്യത്തിലും ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണം ഫലപ്രദമല്ലെങ്കിൽ അത് ചർച്ചയാവും, പാർട്ടിക്കുള്ളിലും പുറത്തും ചർച്ചയാവും. PV അൻവർ പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ ഹെഡ്മാസ്റ്റർക്കെതിരെയുള്ള പരാതി അന്വേഷിക്കാൻ പ്യൂണിനെ നിയമിച്ചാൽ എങ്ങനെയിരിക്കും എന്നതൊരു വലിയ ചോദ്യമാണ്. അത് PV അൻവർ മാത്രമല്ല, CPIM-ൽ പ്രവർത്തിക്കുന്ന പല പ്രവർത്തകരും സ്വയം ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലെ മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന ചോദ്യമാണത്. അതൊക്കെ ബ്രാഞ്ച് തലം മുതൽ മുകളിലോട്ട് ഓരോ സമ്മേളനങ്ങളിലും അതൊക്കെ ചർച്ചയാവും, ഉൾപാർട്ടി ചർച്ചയാവും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അപ്പം അങ്ങനെ ഒരു ശുദ്ധീകരണ പ്രക്രിയ CPIM-ൽ എപ്പോഴും നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ആരും പാർട്ടിക്ക് അതീതരല്ല. ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ആരും പാർട്ടിക്ക് അതീതരല്ല. അതുതന്നെയാണ് PV അൻവറും പറഞ്ഞത്. പാർട്ടി ജനങ്ങളുമായിട്ട് ബന്ധം വേണം, ജനങ്ങളുമായിട്ട് അകന്നു പോകരുത്. അകന്നു പോകാതിരിക്കാൻ ജാഗ്രത വേണം. അതിന് എന്തൊക്കെ ചെയ്യണം? ചില പുഴുക്കുത്തുകൾ പാർട്ടിക്കുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ പുറത്തു പോവും. ചില കീടങ്ങൾ, കളകൾ വല്ലാണ്ട് ഈ കതിരിനെ മേലെ വളർന്നു വന്നാൽ ആ കളകൾക്കൊന്നും അധികം ആയുസ്സൊന്നും ഉണ്ടാവില്ല. അത് പിഴുതെടുത്ത് കളയുമല്ലോ. നമ്മൾ നെൽപ്പാടത്ത് കിളിച്ച് വരുന്ന കളകളെ നമ്മൾ പറിച്ചെടുത്ത് കളയുമല്ലോ. അപ്പം അത്തരം ഒരു ശുദ്ധീകരണ പ്രക്രിയ CPIM-ൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതൊരു തുടർ പ്രക്രിയയാണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഒരു തുടർ പ്രക്രിയയാണത്. അത് ഈ ഏറ്റവും വലിയൊരു ജനാധിപത്യ പ്രക്രിയയാണ് ഈ പറയുന്ന പാർട്ടി ബ്രാഞ്ച് മുതൽ സംസ്ഥാന സമ്മേളനം വരെയുള്ള ഒരു വലിയ മാസങ്ങൾ നീളുന്ന ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ വന്ന വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ വിലയിരുത്തൽ ലെഫ്റ്റ് റൈറ്റ് വോയിസിൻ്റെ.
അവിടെ ഇപ്പോൾ പല അഭിപ്രായങ്ങൾ വരും. അപ്പോൾ ഈ പി അൻവർ പറഞ്ഞ പോലെ ഹെഡ് മാസ്റ്ററുടെ കേസ് പ്യൂൺ അന്വേഷിച്ചാൽ എന്ന് പറഞ്ഞ പോലെ എം.ആർ. അജിത് കുമാർ ADGPക്കെതിരെയുള്ള എം.ആർ. അജിത് കുമാറിനെതിരെയുള്ള കേസ് കീഴുദ്യോഗസ്ഥർ പോലീസുകാരെ അന്വേഷിച്ചാൽ അവരെ സ്വാധീനിക്കുമോ? എം.ആർ. അജിത് കുമാർ സ്വാധീനിക്കുമോ എന്ന ചോദ്യമുണ്ട്. ന്യായമായ ചോദ്യമാണ്. അത് PV അൻവറിന് മാത്രമല്ല, എനിക്കും ഈ നാട്ടിലെ പല ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കുള്ള ചോദ്യമാണത്. അവരുടെ ചോദ്യമാണത്. ഒരു മേലുദ്യോഗസ്ഥനെതിരെ അഴിമതി ആരോപണം വന്നു കഴിഞ്ഞാൽ, ഒരു കേസ് വന്നാൽ അത് അന്വേഷിക്കുന്ന ടീം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കീഴിലുള്ളവരാണെങ്കിൽ ആണെങ്കിൽ അതിൽ വിശ്വാസ്യത കുറയും. പിന്നെ അവരെ സ്വാധീനിക്കാൻ ആരോപണ വിധേയനായ ADGP ശ്രമിക്കാൻ പാടില്ല. അവർ ഇപ്പം നിയോഗിക്കപ്പെട്ട ടീം 5 അംഗ ടീം, അതിൽ DGPയെ ഒഴിവാക്കുന്നു. ബാക്കി 4 പേരും ADGPയുടെ കീഴിൽ റാങ്കിലുള്ളവരാണ്. അപ്പോൾ അവരാ കേസ് അന്വേഷിക്കുമ്പോൾ ഏത് റാങ്കിലുള്ള ആളാണെങ്കിലും കേരള പോലീസ് വളരെ ഇൻ്റലിജൻ്റ് പോലീസാണ്. ഏത് കേസ് അന്വേഷിക്കാനുള്ള കരുത്തും ബുദ്ധിയും വൈഭവവും അതിനുള്ള സംവിധാനങ്ങളും പോലീസ് സ്റ്റേഷൻ മുതൽ മുകളിലോട്ട് ഒരു SI മുതൽ, അല്ലെ ഒരു പോലീസുകാരൻ, ഒരു സ്റ്റേഷൻ ഓഫീസർ മുതൽ മുകളിലോട്ട് DGP വരെ ഉള്ള വളരെ ഫലപ്രദമായൊരു പോലീസ് സംവിധാനമാണ് ഈ നാട്ടിലുള്ളത്. പക്ഷെ അതിനെ അവമതിക്കുന്ന ഒരു ന്യൂനപക്ഷം അതിനകത്തുണ്ട്. കേരള പോലീസിലുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നിസ്സംശയം പറയാം, ഈ കേരള സർക്കാരിനെയും കേരള സർക്കാരിൻ്റെ ഇമേജിനെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗൂഢസംഘം, ഒരു ക്രിമിനൽ സംഘം പോലീസിനകത്തുണ്ട്. ഒരു ന്യൂനപക്ഷമാണ്, എല്ലാവരുമല്ല, ഒരു ചെറിയ ന്യൂനപക്ഷം. അതിൽ താഴെത്തട്ട് മുതൽ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ ആ ലിങ്കിൽ ആ ഫോക്കസിലുണ്ട്. അതുകൊണ്ടാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിലുമൊക്കെ സർക്കാരിനെ നാണം കെടുത്തുന്ന പല നടപടികളും ഉണ്ടായത്. നമ്മൾ ചരിത്രം മറന്നുപോകരുത്. സമീപകാല ചരിത്രമാണ്. ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്ന പോലീസ് ഇടപെടൽ എങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളതും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതേപോലെ ഇപ്പം തൃശ്ശൂർ പൂരം കലക്കിയത് ആരാണ്? വെറുമൊരു അശോക് അങ്കിത് എന്ന് പറയുന്ന പിന്നെ സിറ്റി പോലീസ് കമ്മീഷൻ മാത്രമാണ് ഉത്തരവാദി. അതിന് പിന്നിൽ ആര് കളിച്ചു? അതിനെ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതൊക്കെ പാർട്ടി സമ്മേളനങ്ങളിൽ ബ്രാഞ്ച് തലം മുതൽ മുകളിലേക്ക് ഇതൊക്കെ ചർച്ചയാവും, വിവാദങ്ങൾ വരും. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ കണ്ണൂർ മൊറാഴിയിൽ സംഭവിച്ചതുപോലെ ചില സ്ഥലങ്ങളിൽ സമ്മേളനം വെച്ചെന്ന് വരും. ചർച്ച വല്ലാണ്ട് നീണ്ടുപോയാൽ സമ്മേളനം ചിലപ്പോൾ അവിടെ ബ്രേക്ക് ചെയ്തെന്ന് വരും. അതൊക്കെ ഒരു പാർട്ടിയിലെ ഉൾപാർട്ടി ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. പക്ഷേ നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യമാണ്. പാർട്ടി പ്രവർത്തകർക്കും സാമാന്യ ജനങ്ങൾക്കും ഇക്കാര്യത്തിലുള്ള ആശങ്ക ഇല്ലാണ്ടാക്കേണ്ടത് കേരള സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെയും LDFൻ്റെയും CPMൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടണം. അത് സമയബന്ധിതമായിട്ട് അന്വേഷണം പുറത്തു വരണം. അതിൽ ആരൊക്കെ കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണം. ഇനിയല്ല PV അൻവർ പറഞ്ഞതൊക്കെ വെറും കള്ളമാണെങ്കിൽ PV അൻവറിനെതിരെ നടപടി ഉണ്ടാവണം. ഇത് രണ്ടും ഞങ്ങൾ പറയും. PV അൻവർ ഉന്നയിച്ച ചില തെളിവുകൾ, ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെയുള്ള അദ്ദേഹം മുന്നോട്ട് വെച്ച തെളിവുകൾ, ഇനിയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നു. ആ തെളിവുകളൊക്കെ പുറത്തു വരുമ്പോൾ ഇത് കൊറാബറേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് സർക്കാർ അത് ഉറപ്പുവരുത്തണം. ജനങ്ങളുടെ വിശ്വാസ്യതയാണ് പ്രധാനം. പാർട്ടി പ്രവർത്തകരുടെ വിശ്വാസ്യതയാണ് പ്രധാനം. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് ഇത്തരം ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവും. അതിന് കൃത്യമായി ഉത്തരം പറയാൻ നേതാക്കൾക്ക് കഴിയണം. പാർട്ടി പ്രസിഡന്റ് എത്തിയിരിക്കുന്ന നേതാക്കൾക്ക് കഴിയണം. ബ്രാഞ്ച് തലം മുതൽ മുകളിൽ സംസ്ഥാന സമ്മേളനം വരെ. അതാണ് ഒരു പാർട്ടിയുടെ ശരീരം എന്ന് പറയുന്നത്. പാർട്ടിയുടെ ബോഡി പൊളിറ്റിക് എന്ന് പറയുന്നത് അതാണ്. അത് ഇത്രയും കാലം CPM അതിൽ പലപ്പോഴും പല പ്രതിസന്ധികൾ വന്നപ്പോഴും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ CPIM-ന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വിവാദത്തിലും CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് അത് സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ.